മലയാളീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഴക്കാലമൊക്കെ അല്ലേ. എന്തായാലും ഞാനൊരു പ്രത്യേകതര ഐറ്റമൊന്നുമല്ല. നമ്മൾ സാധാരണ ബീറ്റ്റൂട്ട് കൊണ്ട് നമ്മളൊന്നൊക്കെ പച്ചടി ഉണ്ടാക്കും, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സലാഡായിട്ട് ഉപയോഗിക്കും. ഞാൻ ഇന്ന് വേറൊരു വ്യത്യസ്തമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ പോണത്. ആദ്യം തന്നെ ഞാൻ എല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കുകയാണ്. അത് ഞാൻ ചെറിയൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3-4 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ, പിന്നെ ആവശ്യത്തിന് ഒരു 1-2 മുളക്. ഇതെല്ലാം കൂടി ഞാൻ അരച്ച് കൊണ്ടുവരണം. അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അരച്ച് കൊണ്ടുവരാൻ പോവാണ്. അരയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിനെ അരച്ചെടുക്കാം. ഇതുമാതിരി നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് സാധാരണ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയൊന്നും വേണ്ട, അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ മിക്സ്ചർ ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഇത്ര വേണ്ടിച്ച് വെള്ളം ഒഴിക്കണം. ദോശമാവ് മാതിരി തന്നെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്, കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിനെ വെച്ച് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഒരു കാര്യം മിസ്സായി പോയി. 1 കപ്പിന് പകരം 2 കപ്പാണ് അരിപ്പൊടി എടുക്കേണ്ടത്. അതിലത്തെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കാണിച്ചു തരാണ്. നെല്ലി ഒന്ന് പരത്തി കൊടുക്കുക. ഇതുമാതിരി നന്നായിട്ട് വരും ദോശ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആവശ്യത്തിന് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് നമ്മളതിനെ മറിച്ചിടാം. നമുക്ക് മെല്ലെ ദോശ മറിച്ചിടാം. കുറച്ച് നെയ്യോ എണ്ണയോ അതിലേക്ക് മെല്ലെ ഒന്ന് തടവി കൊടുക്കാം. മറ്റേ ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കണം. ഇതേമാതിരി ചുട്ടെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കുകയാണ്. ഇങ്ങനെ നമ്മളെല്ലാ ദോശയും ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ പൊടിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ബീറ്റ്റൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ബീറ്റ്റൂട്ട് ദോശ നാളികേര ചമ്മന്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കഴിക്കുമ്പോൾ നല്ലോണം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. എല്ലാവരും ട്രൈ ചെയ്തും. താങ്ക്സ് ഫോർ വാച്ചിങ്.